നമസ്കാരം. ചേലക്കരയും വയനാടും വിധിയെഴുതിയിരിക്കുകയാണ്. രണ്ടിടത്തും പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു? ഇത് പരിശോധിക്കാം. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. വിധിയെഴുതി വയനാടും ചേലക്കരയും. വയനാട്ടിൽ പോളിംഗ് ഇടിഞ്ഞു. ചേലക്കരയിൽ 72% കടന്നു. കൂട്ടിക്കിഴച്ച് മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം തുടരുന്നു. ഭൂരിഭാഗവും താൻ എഴുതിയതെന്ന് ഇ.പി. എഴുതാത്ത ഭാഗം ഉൾപ്പെടുത്തി. ഡിസി ബുക്സിന് വക്കീൽ നോട്ടീസ്. ഡിജിപിക്ക് പരാതി. തത്കാലം ഇ.പിയെ പിന്തുണച്ച് സിപിഎം. കാലത്തിന്റെ കാവ്യനീതി എന്ന് വി.ഡി. സതീശൻ. സിപിഎം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്നതിന്റെ തെളിവെന്ന് കെ. സുരേന്ദ്രൻ. വിവാദങ്ങൾക്കിടെ ഇ.പി. പ്രചാരണത്തിന് പാലക്കാട്ടേക്ക്. പൊന്നാനി പീഡനക്കേസ് പൊളിഞ്ഞു. പോലീസുകാർക്കെതിരായ ബലാത്സംഗ കേസ് ഹൈക്കോടതി റദ്ദാക്കി. മജിസ്ട്രേറ്റ് കോടതിക്ക് പുതിയ നടപടികളുമായി മുന്നോട്ടു പോകാം. മരംമുറി കേസ് പ്രതികൾ കെട്ടിച്ചമച്ച കേസെന്ന് ശോഭാ സുരേന്ദ്രൻ. മുനമ്പം വിഷയത്തിൽ വി. അബ്ദുറഹ്മാനെതിരെ തലശ്ശേരി ആർച്ച് ബിഷപ്പ്. മന്ത്രിയുടെ പ്രതികരണം തെറ്റിദ്ധാരണയുണ്ടാക്കി. അനുഭാവം പ്രകടിപ്പിക്കുന്നതിനു പകരം മന്ത്രി വർഗീയ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചു. സമരത്തെ നിർവീര്യമാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ജോസഫ് പാംപ്ലാനി. ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വീട് പൊളിച്ച് ശിക്ഷ നടപ്പാക്കാനാകില്ല. ഭരണകൂടം ജഡ്ജിയാകേണ്ട. നിയമം കയ്യിലെടുത്താൽ സർക്കാരും കുറ്റക്കാരാകുമെന്ന് കോടതി. സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം. 3-അംഗ സമിതിയെ നിയോഗിച്ചു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. സ്കൂളുകളുടെ വിശദീകരണം തേടും. വിധിയെഴുതി വയനാടും ചേലക്കരയും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു. വയനാട്ടിൽ 64.71 പോളിംഗ് ശതമാനം. സുൽത്താൻ ബത്തേരിയിലാണ് കുറവ് പോളിംഗ്. ഏറനാടാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചേലക്കരയിൽ 72.77% പോളിംഗ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി എം ജി മിഥുനും സി വി അനുമോദും ചേരുകയാണ്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, വയനാട്ടിലാണ് ഏറ്റവും കുറവ്. പക്ഷേ ചേലക്കരയിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ്? കഴിഞ്ഞ തവണത്തെ അത്രയും രേഖപ്പെടുത്താനുള്ള എന്തെങ്കിലും സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% പോളിംഗ് കുറവാണ് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 72.77% ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഇത് ഒരു മികച്ച പോളിംഗ് ആയി തന്നെയാണ് മുന്നണികൾ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. അവർക്ക് അനുകൂലമായ രീതിയിൽ ഇത്തവണയും വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് സ്ഥാനാർത്ഥികളും നമ്മോട് അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2021 ആ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 1,53,000 ചില്ലുവാനുമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 1,55,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു റെക്കോർഡ് കൂടിയാണ് ചേലക്കരയെ സംബന്ധിച്ച്. അതൊഴിച്ചു നിർത്തിയാൽ പോളിംഗിൽ വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായില്ല എങ്കിൽ പോലും തന്നെ രാവിലെ ഒക്കെ തന്നെ നമുക്കറിയാം, രാവിലെ 6 മണി മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ആയിരുന്നു പലയിടങ്ങളിലും പല ബൂത്തുകളിലും നമുക്ക് ചേലക്കരയിൽ കാണാൻ സാധിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ചൊക്കെ തന്നെ ഉച്ചയോടുകൂടിയൊക്കെ ഒരു 40 മുകളിലേക്ക് ഉള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയിരുന്നു. ഒരു പക്ഷേ ഒരു 80-ലേക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷ അതിൽ മുകളിലേക്കോ പോളിംഗ് ശതമാനം ഉയരുമെന്നായിരുന്നു കരുതിയെങ്കിൽ പോലും വൈകിട്ട് ഒരു മന്ദഗതിയിലേക്ക് പോയി. പല ബൂത്തുകളിലും ആളില്ലായിരുന്നു. പല ബൂത്തുകളിലും കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ചില ബൂത്തുകളിൽ നിറഞ്ഞ ക്യൂ മിഥുൻ, തളിയിലും ദേശമംഗലത്തുമൊക്കെ അവസാന നിമിഷം വലിയ ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറച്ചുകൂടി ഉയരാനുള്ള ഒരു സാധ്യത ചേലക്കരയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും ഇപ്പോൾ 72.77%. ഇനി എത്ര കൂടിയാലും 73-ന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? അത്രമാത്രം മാറ്റം വരുന്ന തരത്തിൽ പോളിംഗ് 6 മണിക്ക് ശേഷമൊക്കെ അവിടെ നടന്നോ?
അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം പോളിംഗ് ഒന്നും നടന്നിട്ടില്ല. കാരണം ചില ബൂത്തുകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഒരു 200 താഴെ, ഈ ബൂത്തുകളിലൊക്കെയായി ഏകദേശം 200 താഴെ വോട്ടുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയത്. അത് രേഖപ്പെടുത്തുമ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ തന്നെ ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ നേരിയൊരു വർധനമുണ്ടാകുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 ആ ഒരു 77.42 എന്ന ആ ഒരു ശതമാനത്തിന് അടുത്തേക്ക് ഒരിക്കൽ പോലും എത്തില്ല. എന്തായാലും 5% കുറഞ്ഞു തന്നെ നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ നോക്കുമ്പോൾ പാഞ്ഞാൾ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. പാഞ്ഞാളില് ഇത്തവണ 74% ആളുകൾ പഞ്ചായത്ത് തലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പാഞ്ഞാൾ എന്ന് പറയുന്നത് CPM-ന്റെ ഉരുക്കുകോട്ടയാണ്. CPM എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടിക്കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ്. അവിടെ 68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും ഇനി ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാകാം. അതിന്റെ ഒരു ഔദ്യോഗിക വിവരങ്ങളിലേക്ക് അതിന്റെ ഒരു വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനുശേഷവും പോളിംഗ് ശതമാനം കുറയുന്നത് ചേലക്കരയെ സംബന്ധിച്ച് ചർച്ചയായിരുന്നു. പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും ആവേശകരമായ പ്രചരണം നടന്ന ഇടമാണ്. കുട്ടിക്കലാശത്തിലൊക്കെ നമ്മൾ ആ ആവേശം കണ്ടതാണ്. അവിടെ പോളിംഗ് ശതമാനം കുറയുന്നത്, പ്രത്യേകിച്ച് രമ്യ ഹരിദാസിനെ ഇറക്കി അവിടെ മത്സരം കൂടുതൽ കടുപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. BJP കൂടുതൽ വോട്ട് പിടിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നു. DMK-യുടെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ചർച്ച ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ അതിനുശേഷവും വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. രമ്യ ഹരിദാസ് വിജയം ഉറപ്പാണെന്ന് പറയുന്നു. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് UR പ്രദീപ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്ന വോട്ടിംഗ് തീർന്നതിന് ശേഷമുള്ള സാഹചര്യത്തിൽ പറയുകയാണ്. BJP വോട്ട് ശതമാനം ഉയർത്തുമെന്നും പറയുന്നു. അപ്പോൾ ചേലക്കര ഇപ്പോഴും പിടിതരാതിരിക്കുകയാണോ? ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകും എന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചേലക്കരയെ സംബന്ധിച്ചുണ്ടോ? രേണുക ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് ചേലക്കരയിൽ നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ ഏതെങ്കിലും തരത്തിൽ മുൻകാലങ്ങളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് ഇന്ന പാർട്ടിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ഇത് ഇന്ന പാർട്ടിക്ക് അനുകൂലമാകും എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് കടക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്നുള്ളതാണ്. ചേലക്കരയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അത്തരത്തിലൊരു ആർക്ക് മേൽക്കൈ ഉണ്ടാകും, UDF-നാണോ അല്ലെങ്കിൽ LDF-നാണോ അതോ BJP-ക്കാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കാരണം രാവിലെ നമ്മൾ UR പ്രദീപിനെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അത്ര ഒരു പുഞ്ചിരിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു UR പ്രദീപിനെ അല്ല നമ്മൾ രാവിലെ കണ്ടത്. പക്ഷേ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം, ജനങ്ങൾ വിധി എഴുതിയതിനു ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വരുന്നു. ഒരു വിജയപ്രതീക്ഷയ്ക്ക് ഉണ്ടാകാമെന്നുള്ളൊരു സാഹചര്യം, മണ്ഡലം ഇത്തവണയും കൈവിട്ടു പോകില്ല എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നു എന്ന് തോന്നുന്നു. കാരണം അവർ നേരത്തെ പറഞ്ഞത് 20,000 30,000 മുകളിലുള്ള വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തുമെന്നായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും വിജയിക്കും, മണ്ഡലം ഞങ്ങളെ കൈവിടില്ല എന്നൊരു പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും വരുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ത്രീപക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമായി ഇത്തവണ ഉണ്ടാകും. കൂടാതെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് ലഭ്യമാകും. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ തന്നെ ഏകോപിപ്പിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ഒരു ഭൂരിപക്ഷം പറയാൻ തയ്യാറല്ല എങ്കിൽ പോലും തന്നെ ബാലികേറ മല എന്ന് വിശേഷിപ്പിക്കുന്ന ചേലക്കര അത് ഇത്തവണ കൈപിടിച്ച് പാട്ടുംപാടി രമ്യക്കൊപ്പം തന്നെ വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതേസമയം NDA ക്യാമ്പിലും ചില ആത്മവിശ്വാസങ്ങളുണ്ട്. കാരണം K ബാലകൃഷ്ണൻ എന്ന സൗമ്യനായിട്ടുള്ള മുഖമായിരുന്നു ഈ മണ്ഡലത്തിൽ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തിരുവല്ലാമലയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ രംഗത്തിറക്കിയതോടുകൂടി കൂടുതൽ വോട്ട് നേടാം, അതായത് ഒരു വിജയത്തിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും തന്നെ ഒരു വലിയ വെല്ലുവിളി മറ്റു മുന്നണികൾക്ക് ഉയർത്താൻ സാധിക്കുന്ന തരത്തിൽ ഇത്തവണ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് പിടിക്കാൻ BJP-ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, എന്തായാലും സ്ഥാനാർത്ഥികൾ എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. UR പ്രദീപ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ശേഷവും സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ചേലക്കരയിലേത് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. അത് ഒരുപക്ഷെ പോളിംഗിന്റെ ഇന്നത്തെ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള ആത്മവിശ്വാസമാണ് അത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പോളിംഗ് കുറഞ്ഞിരിക്കുന്നു, പക്ഷേ 3 സ്ഥാനാർത്ഥികളും അവകാശവാദങ്ങളാണ് ചേലക്കരയെ സംബന്ധിച്ച് ഉന്നയിക്കുന്നത്. പക്ഷേ വയനാട്ടിലോട്ട് വന്നാൽ വയനാട്ടിൽ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള കുറവാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 64% എത്തുന്നതേയുള്ളൂ വയനാട്ടിലെ പോളിംഗ് ശതമാനം. CB അനുമോദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ചരിത്രത്തിലില്ലാത്ത വിധം വയനാട് മുഖം തിരിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിനോടെന്ന് വേണം മനസ്സിലാക്കാൻ.
പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പോരാട്ടമായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഏറെ സമയം ചെലവിട്ടതാണ് വയനാടിന് വേണ്ടി. വയനാടിന്റെ പ്രിയങ്കരിയാകാനാണ് പ്രിയങ്ക എത്തിയത്. പക്ഷേ ആ പ്രിയം വോട്ടെടുപ്പിൽ ജനങ്ങൾക്ക് ഇല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? രേണുക, ഏറ്റവും അവസാനമായിട്ട് വന്ന പോളിംഗ് ശതമാനം 64.72 ഇത് LDF-നും UDF-നും BJP-ക്കും ഇത്രയും ഒരു പോളിംഗിൽ കുറവുണ്ടാകുമെന്ന കണക്കൂട്ടൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. അവരുടെ ആദ്യ ഘട്ടത്തിലെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ ക്യാമ്പിൽ നിന്നുള്ളത് തന്നെയാണ്. പ്രിയങ്കയ്ക്ക് ആദ്യ അംഗത്തിൽ തന്നെ 5 ലക്ഷത്തിലേറെ വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് അയക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. വനിതകൾ ഇറക്കി ഉള്ള വലിയ ക്യാമ്പയിൻ, പ്രിയങ്ക ഗാന്ധി തന്നെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF-നെ സംബന്ധിച്ച് അല്പം നിരാശ നൽകുന്ന സാഹചര്യം തീർത്തിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഭൂരിപക്ഷത്തിൽ ഒരു 4 ലക്ഷമെങ്കിലും കിട്ടും എന്ന കണക്കാണ്, അത്തരത്തിലൊരു പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. ഈ പോൾ ചെയ്ത വോട്ടിൽ 70% UDF-ന് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് കാരണം LDF-ന്റെയും അതേപോലെ BJP-യുടെയും കൃത്യമായ വോട്ടുകൾ പോൾ ചെയ്യാത്തതുകൊണ്ടാകാം എന്നൊരു ന്യായവും അവർ നിരത്തുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും തുടരുക. ഇപ്പോൾ ശ്രീ EJ ബാബു, CPI ജില്ലാ സെക്രട്ടറി, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ EJ ബാബു, വയനാട്ടിൽ ഇതുവരെ ഇല്ലാത്തത്ര പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ UDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അവർ പറഞ്ഞ 5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. LDF ക്യാമ്പിലെ ചോർച്ചയാണ് ഇത് എന്നാണ് UDF അവകാശപ്പെടുന്നത്. NDA-യിലും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറയുന്നു. പ്രിയങ്കയുടെ വരവിൽ അങ്ങനെ ഒരു ഇടിവ് സംഭവിച്ചോ വോട്ടിങ്ങിൽ? UDF-ന്റെ അവകാശവാദത്തെ സംബന്ധിച്ച് ഞാനിപ്പോ ഒന്നും അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു വസ്തുതയുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ ഈ രണ്ടാമത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? വയനാട് ജനതയുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. അതിലുള്ള അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അവർ വോട്ട് വാങ്ങിയത്. സ്വാഭാവികമായും ഈ നാട്ടിലെ സാധാരണക്കാരായ, മറ്റ് പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത സാധാരണക്കാരായ ആളുകളൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഭൂരിപക്ഷം ലഭിച്ചത്. അതിനു മുമ്പും അതായത് 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2 പ്രാവശ്യവും വയനാടൻ ജനതയെ പറഞ്ഞ് കബളിപ്പിച്ച UDF-നുള്ള ഒരു മറുപടിയായിരിക്കും ഈ പ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രചരണം ഏറ്റു എന്നാണോ? ഇടതുപക്ഷം ഏറ്റവും തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം അതായത് 6 മാസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരരംഗത്ത് വന്ന സമയത്ത് രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തു. ഇവിടുത്തെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറേലിയിൽ പോയി ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വയനാട് ജനതയോട് കാണിച്ച ഒരു വഞ്ചനയല്ലേ? ആ വഞ്ചനയ്ക്ക് തിരിച്ചടി എന്തായാലും വയനാട് ജനത കൊടുക്കില്ലേ? എല്ലാ കാലത്തും അവർ പറയുന്നത് എന്തും കേൾക്കാൻ പറ്റുന്ന ഒരു അടിമ സ്വഭാവമുള്ള ആളുകളല്ലല്ലോ വയനാട്ടിലുള്ളവർ. അതാ തിരിച്ചറിവ് വയനാട്ടിലെ ജനത്തിന്. അതുകൊണ്ടാണ് ഇപ്പോ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ, വലിയ ശക്തമായ പ്രചരണം കഴിഞ്ഞ 29 ദിവസം നടന്ന ഇടമാണ്. പക്ഷെ നോക്കൂ, 4% പോളിംഗ് അവിടെ കുറവാണ്. നിങ്ങൾ ഈ പറയുന്ന ലോജിക്ക് വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അതേ ലോജിക്കിൽ ചേലക്കരയിലെ ജനങ്ങൾ ചിന്തിച്ചാൽ അവിടെ നിങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷയാണ് ചേലക്കര. അവിടെ നഷ്ടം സംഭവിക്കും. ചേലക്കരയിൽ നഷ്ടം സംഭവിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും കുറച്ചുകൂടി നല്ലൊരു വിജയം ചേലക്കരയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരൊക്കെ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കി, വോട്ടിംഗ് അനിവാര്യമാക്കി എന്നുള്ളൊരു ലോജിക്കാണ് വയനാട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞത് അതുകൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കണം. അല്ല മാഡം, അതിന്റെ അകത്തുള്ള ഒരു വിഷയം ചേലക്കരയിലെ വിഷയവും വയനാട്ടിലെ വിഷയം രണ്ടാണ്. ചേലക്കരയിൽ സഖാവ് രാധാകൃഷ്ണൻ അവിടുത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ വീണ്ടും ഒരു മത്സരം നടക്കും എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്.
ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ മത്സരരംഗത്ത് വന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യം പറയുന്നില്ല. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് വയനാട് ജനതയെ പറഞ്ഞു വഞ്ചിച്ചു എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ മൊത്തം കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 9% കുറവ് ഇപ്പോഴുണ്ട്. അത് ഒരുപക്ഷെ 7 8 ആയി കുറയാം. പക്ഷെ വൈകുന്നേര സമയത്തൊന്നും വയനാട്ടിൽ അങ്ങനെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ രാവിലെ മുതൽ തിരക്കില്ലായിരുന്നു. അതെ. അപ്പോ ഈ മൊത്തത്തിലുണ്ടാകുന്ന കുറവ് നിങ്ങളെയും ബാധിക്കില്ലേ? ഞങ്ങളെ സാരമായി ബാധിക്കില്ല. UDF ബാധിക്കുന്ന വിധത്തിലേക്ക് ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളോട് കാണിച്ച ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നെറികേട്. ആ നെറികേടിനുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 2,83,000 വോട്ട് കഴിഞ്ഞ തവണ ആനി രാജ പിടിച്ചിരുന്നു. അത്രയും വോട്ട് കിട്ടുമോ സത്യൻ മൊകേരിക്ക്? അത്രയെങ്കിലും 2014 അദ്ദേഹത്തിന്റെ വലിയ ശ്രദ്ധേയമായ പോരാട്ടം ഉണ്ടായില്ല എങ്കിൽ പോലും ഇത്രയെങ്കിലും കിട്ടുമോ? ആനി രാജ പിടിച്ച 7 മാസം മുമ്പ് പിടിച്ച അത്രയും വോട്ടെങ്കിലും കിട്ടുമോ? 2014 സത്യൻ മൊകേരി 20,800 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അതെ, 3 ലക്ഷത്തിൽ മേലിൽ വോട്ടും പിടിച്ചു. അതെ, ഞങ്ങൾ വോട്ട് പിടിച്ചിട്ടുണ്ട്. 17,000 വോട്ടിന് ഭൂരിപക്ഷം. വയനാട്ടിലെ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയില് സത്യൻ മൊകേരിക്ക് 17,000 വോട്ടുകൾ കൂടുതലായിരുന്നു. 17,300 വോട്ടുകൾ കൂടുതലായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്, സത്യൻ മൊകേരിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ വയനാട്ടിൽ നിങ്ങൾ സത്യൻ മൊകേരി അറിയാത്ത ആളുകളല്ല. സത്യൻ മൊകേരി നന്നായിട്ട് അറിയാം. ഈ 2014 കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പറയുന്നതനുസരിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഈ വോട്ട് കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. വോട്ട് വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ അത് 2014 സത്യൻ മൊകേരി തന്നെ പിടിച്ച വോട്ടിനേക്കാൾ കൂടുതലെന്നതാണോ, അതോ കഴിഞ്ഞ തവണ ആനി രാജ 7 മാസങ്ങൾക്ക് മുൻപ് ആനി രാജ പിടിച്ചതിനേക്കാൾ വോട്ട് എന്നതാണോ നിങ്ങളുടെ അവകാശവാദം? ആനി രാജ പിടിച്ചതിനേക്കഴിഞ്ഞും കൂടുതൽ വോട്ടുകൾ ഇപ്രാവശ്യം ഞങ്ങൾക്കുണ്ടാവും. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ അതിശയോക്തിയായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അത്ഭുതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ എന്തായാലും പോളിംഗ് കഴിഞ്ഞു, കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് UDF ഇപ്പൊ ആകെ അങ്കലാപ്പിലല്ലേ. ശ്രീ EJ ബാബു, പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയായിരിക്കുമല്ലോ കണക്കുകളെ സമീപിക്കുക. അപ്പോൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ CPI? ഞങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇലക്ഷൻ അല്ലേ. സ്ത്രീ വോട്ടർമാരായിരുന്നു വയനാട്ടിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഏറനാട് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഇടമാണ്. അതുപോലെ തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അവകാശവാദമാണ് UDF ക്യാമ്പ് പറയുന്നത്. മേഡം, മറ്റു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 5 ലക്ഷവും 6 ലക്ഷവും 7 ലക്ഷവും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞ UDF പോളിംഗിന് ശേഷം എന്താണ് അവർക്ക് അങ്കലാപ്പ്? നിങ്ങൾ ഇവിടെയുള്ള വയനാട്ടിലുണ്ടായിരുന്ന മാധ്യമങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും. ഈ വയനാട്ടിലെ എല്ലാ മാധ്യമങ്ങളും ഈ പോളിംഗിന് ശേഷം ഞങ്ങളുടെ ഓഫീസിൽ വന്നു. ഞങ്ങളുടെ ഓഫീസും ഞങ്ങളിവിടെ വന്ന ആളുകളും ആഹ്ലാദത്തിലാണ് ഉള്ളത്. എന്നാൽ ഒരു മൗനമാണ് UDF ക്യാമ്പിലുള്ളത് എന്ന് മാധ്യമ പ്രവർത്തകരടക്കം പറഞ്ഞിരിക്കുന്നു. ശരി, ഞാൻ താങ്കളൊന്ന് തുടരുക. ഇപ്പോൾ CP ചെറിയ മുഹമ്മദ്, ലീഗ് നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ചെറിയ മുഹമ്മദ്, UDF ക്യാമ്പിൽ മൗനമുണ്ടോ? ഈ വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? അവിടെ എന്താണ് നേരത്തെ സംസാരിച്ച അദ്ദേഹം ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോകുന്നവരുടെ എനിക്ക് മനസ്സിലായില്ല. മഹാത്ഭുതം തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് വിജയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയമാണ് അല്ലെ. സത്യത്തില് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഒരു വീട് കയറിയിട്ടുണ്ടോ? എന്തെങ്കിലും ക്യാമ്പയിൻ കാര്യമായി നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ വോട്ടർമാരെ ഇളകി വന്നാൽ തങ്ങളുടെ വോട്ട് ചോർച്ച ഉണ്ടാവുന്നു ഉറപ്പിച്ചപ്പോ അതിന്റെ ഫലത്തിൽ പലരെയും പുറത്തിറക്കാതെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF അതിന് ഉത്തരവാദിയാവുകയില്ല. UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നമുക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെ നിർത്തി ദേശീയ താരപ്രഭയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പോലും 3 ലക്ഷം വോട്ട് തികഞ്ഞില്ലല്ലോ. ഇപ്രാവശ്യം അതിൽ എത്ര കുത്തനെ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. എത്ര കുത്തനെ ഇറങ്ങുമെന്ന്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന BJPയുടെ കാൻഡിഡേറ്റും അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അവിടെ സാന്നിധ്യവും കഴിഞ്ഞ പോലെ ഉണ്ടായില്ല എന്ന മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് എതിരാളികൾ പോലും അവസാന നിമിഷത്തിലെ ഈ കലാശക്കൊട്ട് സമയത്ത് പോലും അവര് ഈ സ്ഥാനാർത്ഥി അഭിവാദ്യം ചെയ്യുന്ന നമ്മൾ നേരിൽ കണ്ടതല്ലേ നമ്മളെല്ലാം. അതുകൊണ്ട് UDFന്റെ ക്യാമ്പിൽ ആശങ്കയില്ലെന്ന് മാത്രമല്ല,
ശതമാനം പക്ഷേ ശ്രീ സി പി ചെറിയ മുഹമ്മദ് UDF ക്യാമ്പിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോൾ ആശങ്കപ്പെടേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരമാണ്, ദേശീയ തലത്തിൽ പോലും ചർച്ചയാകാൻ പോകുന്ന ഫലമാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി ആദ്യം മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആദ്യം മേടിച്ചതിനേക്കാൾ പോളിംഗ് ശതമാനം, ആദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. വയനാടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനത്തിലേക്ക് അത് എത്തുന്നു എന്ന് വരുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിച്ചു എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ഈ 20 മണ്ഡലങ്ങളും വിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് 19 മണ്ഡലങ്ങളും വിജയിച്ചുകൊണ്ട് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവിൽ. പക്ഷേ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ വയനാട്ടിൽ പോലും ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു മറുപടി പറയേണ്ടുന്ന സാഹചര്യം തന്നെയാണ്. UDF മറുപടി പറയേണ്ട കാര്യമേ ഇല്ല. അത് വോട്ട് ഷെയറിൽ കാണാം. ഈ 1324 ബൂത്തുകളിലും ഓക്സിലറി ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ഇന്ന് വന്ന് പോയിട്ടുള്ളവർ, അതിലെ ആ വന്നവരിൽ 80% പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് പോയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്ക ഇക്കാര്യത്തിലില്ല. LDF ആദ്യം മുതലേ ഈ തെരഞ്ഞെടുപ്പ് മൗനം ദീക്ഷിച്ച് പോയതിന്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ പ്രത്യാഘാതം അവർ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കക്കും വകയില്ല. ഓരോ ബൂത്ത് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കണക്കുകൾ അതാണ് ഞങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത്. ശ്രീ സി പി ചെറിയ മുഹമ്മദ്, 2019 4,31,000 പരം വോട്ടിന് രാഹുൽ ഗാന്ധി വിജയിക്കുകയാണ്. പക്ഷേ അത് 2024 ആകുമ്പോൾ 3,64,000 വോട്ടായി കുറയുകയാണ്. അവിടെ തന്നെ രാഹുലിന്റെ ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലീഗ് പറഞ്ഞത് ഞങ്ങളുടെ വോട്ടെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പോയത് മറ്റിടങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ മേലായിരുന്നു പഴി. ഇപ്പോ മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നു. ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൽ റിസൾട്ട് വരുമ്പോഴല്ലേ ഭൂരിപക്ഷം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സാധ്യമാകുള്ളൂ. ഇപ്പോൾ ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൽ കുറവ് വരുമ്പോൾ അത് UDF ആരുടെ ഉത്തരവാദിത്തമായി വരുന്നു? എവിടെയാണ് നിങ്ങൾക്കിടയിൽ വോട്ട് പോൾ ചെയ്യാതെ പോയിട്ടുള്ളത്? ഞങ്ങൾ ആ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് നമുക്കറിയാം, വോട്ടർ ലിസ്റ്റ് 6 മാസത്തിന് ശേഷമുള്ള വോട്ടർ ലിസ്റ്റ്, ആ വോട്ടർ ലിസ്റ്റ് തന്നെ എത്ര വോട്ട് നാട്ടിലുണ്ട് അല്ലെങ്കിൽ ലഭ്യമാണ്, ആക്സസ് ആണ് എന്ന കാര്യം തന്നെ കൃത്യമായി പഠിച്ചവരാ നമ്മൾ. പല ബൂത്തുകളിലും 150, 200, 250, 300, 350, 400, 500 പേര് 30-40% വോട്ടർമാർ പോലും സ്ഥലത്തില്ലാത്തത് കൃത്യമായി നമ്മൾ പഠിച്ച കാര്യമാണ്. ഇതെല്ലാം ഈ ടോട്ടൽ വോട്ട് ഷെയറിനെ അല്ലെങ്കിൽ ഈ പെർസെന്റേജിനെ ബാധിച്ചിട്ടുണ്ട്. അല്ലാതെ UDFന്റെ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയതാണ്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ ചിട്ടയോടെ നടന്നതാണ്. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ചെന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും അവസാനം ഈ ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF അവിടെ സ്ഥാനാർത്ഥി, അവരുടെ ഒരു നിലപാടുകൾ, അവരുടെ പ്രചാരണം, ആ പ്രചാരണത്തിന്റെ ഒരു 10-1 പോലും ഇപ്രാവശ്യം അവർ ഉണ്ടാവാത്തതിന്റെ അതിന്റെ തിക്തഫലം അവർക്ക് അവർ നേരിടാൻ പോവുകയാണ്. അത് വോട്ടിംഗ് വന്നോട്ടെ 23 ആയിക്കോട്ടെ. ഞങ്ങളുടെ വോട്ട് ഷെയറിൽ, ടോട്ടൽ പോൾ വോട്ട് ഷെയറിൽ ഞങ്ങൾക്ക് ഇടിവ് സംഭവിക്കില്ല എന്നത് ഉറപ്പായ ഒരു കാര്യം. ശ്രീ സി പി ചെറിയ മുഹമ്മദ്, ഇവിടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ 3 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ മുഴുവൻ ശ്രദ്ധയും പാലക്കാട് എന്നൊരിടത്തേക്ക് കേന്ദ്രീകരിച്ചു പോയിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും അവിടെ ക്യാമ്പ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെ അവിടെ മാറുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സംഘടന മൊത്തം അവിടത്തേക്ക് വേണ്ടി ചുരുങ്ങുന്നു. ഷാഫി പറമ്പിൽ തന്റെ മണ്ഡലം പോലും ഉപേക്ഷിച്ച് പാലക്കാട് തുടരുന്നു. അപ്പോൾ മൊത്തം ശ്രദ്ധയും പാലക്കാടിന് കൊടുത്തിട്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ചുരുങ്ങിപ്പോയോ? ഒരിക്കലും അങ്ങനെയില്ല. ഒന്ന്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജകമണ്ഡലം സംബന്ധിച്ചിടത്തോളം അത് വർക്കേഴ്സിനെ കൊണ്ട്, ലീഡേഴ്സിനെ കൊണ്ട്, അതുപോലെ തന്നെ അതില് ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാരെ കൊണ്ടെല്ലാം സമ്പന്നമാണ്. ഇവിടെയുള്ള ഒരു നേതാവും മറ്റൊരു സ്ഥലത്തേക്ക് വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. അതേസമയം ഇവിടെ നേതാക്കളുടെയും നിരീക്ഷകരുടെയൊക്കെ സാന്നിധ്യം ഒരുപാടുണ്ടായിരുന്നു. ഒരിക്കലും വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് മാത്രമല്ല, വർക്കേഴ്സിന്റെ അഭാവം അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ അഭാവം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതിന് ആധിക്യമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിലൊന്നും ഇവിടെ അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ 3 ആഴ്ച കൊണ്ട്
സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, വീട് കയറ്റം, അതുപോലെ തന്നെ പ്രചാരണം, അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതലായിരുന്നു. 23-ന് അതിന്റെ ഫലം കാണുമ്പോൾ ഇവിടെ ഇപ്പോ പോൾ ചെയ്യപ്പെട്ട വോട്ട് 9.5 ലക്ഷമായിരിക്കാം, കഴിഞ്ഞതിനേക്കാൾ കുറഞ്ഞിരിക്കാം. പക്ഷേ ആ വോട്ടിന്റെ ആ ഷെയറാണ്. അത് നേരത്തെ സുഹൃത്ത് പറഞ്ഞ അത്ഭുതം തന്നെ, മഹാത്ഭുതം. എന്നിട്ട് പോലും എത്ര വലിയൊരു ലീഡ് രാഹുൽജിക്ക് കൊടുത്തതുപോലെയുള്ള അതിനേക്കാളും മുന്തിയ ഒരു ലീഡ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള ദയവായി താങ്കൾ തുടരുക. ശ്രീ ജെ ബാബു, താങ്കളും തുടരുക. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഇവിടെ ഇപ്പോ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിക്കുമെന്നതായിരുന്നു കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി വലിയ മാറ്റം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വരുന്നു. 65% മുകളിലേക്ക് എന്തായാലും പോകില്ല എന്നൊരു സാഹചര്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംസാരിച്ചാൽ പ്രിയങ്ക ഗാന്ധിക്ക് എത്രമാത്രം വോട്ട് സമാഹരിക്കാൻ പറ്റും? പ്രിയങ്ക ഗാന്ധിയുടെ ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ്? ഇതിൽ യാതൊരു സംശയമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് യാതൊരു ആശങ്കയില്ല. കാരണം ഞങ്ങൾ ഇതുവരെ LDF ഇത്ര നിശ്ചലമായി നിന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതുവരെ നിലമ്പൂരൊന്നും കണ്ടിട്ടേ ഇല്ല. നിലമ്പൂര് പറയുമ്പോൾ LDF 2 പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ്. ഒരു വീട്ടിൽ കയറി ഒരു അഭ്യർത്ഥന കൊടുക്കാനോ, അതല്ലെങ്കിൽ അഭ്യർത്ഥന കൊടുത്തില്ലെങ്കിൽ ഒരു സ്ലിപ്പെങ്കിലും വിതരണം ചെയ്യാനോ, അതിന് പോലും ഞങ്ങൾ എവിടെ LDF വരെ കണ്ടില്ല. മാത്രമല്ല, നിലമ്പൂരിലെ പല ബൂത്തുകളിലും ഞങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ മുക്കട്ട പോലെ ബൂത്തുകൾ, കരുളായിലെ കുറെ ബൂത്തുകൾ, എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാഹനത്തിൽ ആളെ കൊണ്ടുവരുന്നു, അങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവിടെ വോട്ട് ചോദിച്ചു, ഇതിനകത്ത് കയറി എന്നൊക്കെ പറഞ്ഞ് എന്നും ഒരു ചെറിയ മൽപ്പിടുത്തം ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയൊന്നും ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ തെരഞ്ഞിട്ടും ബൂത്തിലിരിക്കുന്ന ഒരാളും 1-2 പേര് പുറത്തും അല്ലാതെ ഒരു LDFന്റെ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല. മാത്രമല്ല, LDF ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചൊരു നിലപാട്, ഇത് പരമാവധി പോളിംഗ് കുറയ്ക്കാനുള്ള ഒരു പരിപാടി അവർ നേരത്തെ തീരുമാനിച്ചു. അവര് തന്നെ എല്ലാവരോടും പറഞ്ഞു അതെന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിക്കും. കാരണം അവരുടെ ആളുകൾ പോലും വന്നാൽ ഈ UDFന് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്നത് അവരുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് സ്വാഭാവികമായിട്ടും അവര് പറഞ്ഞു അതിപ്പോ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കൂട്ടാനല്ലേ, എന്തായാലും ജയിക്കുമല്ലോ എന്ന് അവരെന്നെ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് അവരുടെ വോട്ടേഴ്സിനാണ് ഏറ്റത്. ഞങ്ങൾ വോട്ടേഴ്സ് വളരെ കൃത്യമായി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ആളുകൾ വന്നു വോട്ട് ചെയ്തു. അവരെ ഒരു 30-35% വോട്ടെങ്കിലും അവരത് ഇറങ്ങിയിട്ടില്ല ഒരു ബൂത്തിലും ഇല്ലതാണ് സത്യം. അത് ഇവിടെ ഞങ്ങൾക്ക് നിലമ്പൂർ, ഇപ്പൊ ഞാനിപ്പോ എല്ലാ ബൂത്തുകളും സന്ദർശിച്ചു. 202 ബൂത്തിൽ ഏകദേശം 140 ബൂത്തുകളിൽ ഞാൻ എത്തി. ഇവിടെയൊക്കെ കാണാവുന്ന ഒരു കോമൺ ഫിനോമിനയാണിത്. പക്ഷേ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഇത്രയധികം വോട്ട് വയനാട്ടിൽ കുറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ട് മാത്രമാകില്ലല്ലോ, കുറവ് മൊത്തത്തിൽ സംഭവിക്കുന്നതാണല്ലോ. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ UDFന്റെ വോട്ട് ഒരു 2% ഒക്കെ കുറഞ്ഞാൽ തന്നെ അതിന്റെ CPMനെ സംബന്ധിച്ചിടത്തോളം 25-30% വോട്ടാണ് അവരുടെ പോൾ ചെയ്യാതെ പോകുന്നത്. ഞങ്ങൾ ബൂത്തിൽ തപ്പി നോക്കുമ്പോൾ 12 വോട്ട് അല്ലെങ്കിൽ 9 വോട്ട്, ഇതൊക്കെയാണ് ഞങ്ങളെ വോട്ടുകൾ പോൾ ചെയ്യാൻ ബാക്കിയുള്ളത്. അതേസമയം CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 60 വോട്ട്, 70 വോട്ട്, 90 വോട്ട്, 100 വോട്ട്, 150 വോട്ട് വരെ അവർക്ക് പോൾ ചെയ്തിട്ടേ ഇല്ല പല വോട്ട്. നോക്കൂ, നമ്മൾ 2019 രാഹുൽ ഗാന്ധി ആദ്യം എത്തുമ്പോൾ അദ്ദേഹം 4,31,000 ശിഷ്ടം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. പക്ഷേ രണ്ടാമതെത്തുമ്പോൾ അത്രയും വരുന്നില്ല. 3,53,000 ചില്ലുവാനുമായി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുകയാണ്. അതിന് ലീഗ് പറഞ്ഞത് ഞങ്ങൾ ചെയ്യാനുള്ള വോട്ട് ചെയ്തു, കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഇപ്പോൾ 7 മാസത്തിനിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഇത്രയധികം പോളിംഗ് കുറയുന്നത്. മാത്രവുമല്ല, അവിടെ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയതിനു ശേഷമാണ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതെന്ന് പോലും രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനെ പാച്ച് വർക്ക് ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അത് ആ അതൃപ്തി മാറിയിട്ടില്ല എന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ കണക്കുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം? കാരണം നിങ്ങളുടെ കയ്യിൽ ഡാറ്റയൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ വളരെ കൃത്യമായ ഡാറ്റ ഉണ്ട്. മാത്രം ഇനി ചെയ്യാൻ ബാക്കിയുള്ള വോട്ടുകൾ
ആ വോട്ടുകളിൽ UDF വോട്ട് എത്രയുണ്ട്, LDF വോട്ട് എത്രയുണ്ട്, BJP വോട്ട് എത്രയുണ്ട്, ഞങ്ങൾക്ക് വളരെ കൃത്യമായി. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 3,64,000 വോട്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പിടിച്ച വോട്ടെങ്കിലും ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമോ? 5 ലക്ഷം എന്ന വാദത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ അതൊന്നും അല്ല ഉറച്ചു നിൽക്കുന്നത്, അതിനേക്കാളും അപ്പുറത്താ. 4,31,000 വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷമെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും. യാതൊരു സംശയവും വേണ്ട. എഴുതി വെച്ചോളൂ. എണ്ണി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് എണ്ണി വേണ്ടി വെച്ചോളൂ. ഞാൻ വരാം. ശരി, താങ്കൾ ദയവായി തുടരുക. ശ്രീ EJ ബാബു, ആത്മവിശ്വാസം ആര്യാടൻ ഷൗക്കത്തിൻ്റെത് താങ്കളും കേട്ട് കാണുമല്ലോ. 5 ലക്ഷം വോട്ടിന്റെ തന്നെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്ന് പറയുന്നു. പോയ വോട്ട് മുഴുവൻ ഇടത് ക്യാമ്പിൽ നിന്നാണെന്ന്. അതായത് വോട്ടെടുപ്പിന് മുമ്പേ തോൽവി സമ്മതിച്ചു നിങ്ങൾ, ആ രീതിയിൽ ആളുകളെ പോലും എത്തിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ അവകാശവാദം ആർക്കും ഉന്നയിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. എനിക്ക് എന്റെ ആ പ്രിയപ്പെട്ട UDF നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2,83,000 വോട്ടാണ് ഞങ്ങൾക്ക് സഖാവ് അനിരാജിക്ക് കിട്ടിയത്. ഇപ്പൊ പോളിംഗ് നടക്കാത്ത 5 ലക്ഷത്തിലധികം വോട്ടുകൾ പോളി ചെയ്യാതെ പോയി. ഒന്ന് ന്യായമായിട്ട് ചിന്തിച്ചു നോക്ക്. ഈ 2,83 കിട്ടിയടത്ത് എങ്ങനെ 5 ലക്ഷത്തിലധികം എങ്ങനെ പോളി ചെയ്യാതെ പോവുക? അത് ആരുടെ വോട്ടാ പോയത്? അത് LDF വോട്ടാണോ പോളി ചെയ്യാതിരുന്നത്? അവർ പറയുന്നത് എന്താ വസ്തുതയുള്ളത്? ഫാക്ട് ആൻഡ് ഫിഗർ വെച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് 5.6% വോട്ടിംഗ് ഷെയർ കുറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം മത്സരം, അതായത് 2019 നിന്ന് 2024 വന്നപ്പോൾ 5.6% വോട്ടിംഗ് ഷെയർ കുറയുകയാണ് ചെയ്തത്. ഇപ്പോ ഇവിടെ 14,71,000 ശിഷ്ടം വോട്ട് ഇവിടെ ഉള്ള സമയത്താണ് 5 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യാതെ പോയത്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 2,83,000 വോട്ടേ ഉള്ളൂ. ഇവർ ഏത് ലോജിക്കിലാ പറയാ ഇത് ഞങ്ങളുടെ വോട്ടുകളെ പോയെന്ന് പറയാ? ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയം, നിങ്ങളുടെ മാത്രമായിരിക്കില്ല, കുറച്ച് NDA വോട്ടും പോയി കാണും. കെ സുരേന്ദ്രൻ മത്സരിച്ച കുറച്ച് NDA വോട്ടുകളും പോയി കാണുമെന്ന് അവർ പറയുന്നു. കെ സുരേന്ദ്രൻ മത്സരിച്ച വോട്ട് എന്തായാലും നവ്യ ഹരിദാസ് മേടിക്കില്ല എന്നാണ് അവരുടെ വിചാരം. VD സതീശൻ സംസാരിച്ചപ്പോൾ അതാണ് പറയുന്നത്. അത് അവർക്കിപ്പോ ഓരോ മുന്നണിക്കും ഓരോ കാര്യങ്ങൾ പറയലല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വലിയ വർധനവാണ്. 78,000 വോട്ടിൽ നിന്ന് വലിയ വർധനമാണ് 1,41,000 വോട്ടിലേക്ക് NDA ശ്രീ സുരേന്ദ്രൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടല്. പക്ഷെ UDF പറയുന്നതനുസരിച്ച് കുറഞ്ഞ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയ വോട്ടുകളെല്ലാം LDF വോട്ടുകളാണ് എന്ന് പറയുന്നതിന്റെ അകത്ത യുക്തി ഇവർ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഞങ്ങൾക്ക് കിട്ടിയത് കേവലം 2,83,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഇപ്പൊ ഈ പ്രാവശ്യം പോൾ ചെയ്യാതെ പോയിരിക്കുന്നത് 5 ലക്ഷത്തിലധികം വോട്ടുകൾ പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വോട്ടുകളെ പോയെന്ന് ഇവരെങ്ങനെ പറയാ? അങ്ങനെയാണ് ഇതിന് 283 ഉള്ളൂ. ഞങ്ങളുടെ ഒരു വോട്ടും പോൾ ചെയ്തതിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് 283. ബാക്കിയുള്ള വോട്ടുകൾ ആരെയാ? തീർച്ചയായും ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ. BJPയുടേത് 1,41,000 വോട്ടായിരുന്നു കെ സുരേന്ദ്രൻ അവസാനം പിടിച്ചത്. അതിന്റെ പകുതി വോട്ട് പോലും ഇപ്പൊ അവർക്ക് കിട്ടൂല. ഈ 1,43,000 പകുതി പോലും BJPക്ക് പ്രാവശ്യം പിടിക്കാൻ കഴിയില്ല. ഒന്ന്, ഈ ആനിരാജ വാസ്തവത്തിൽ കാൻഡിഡേറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ഇതിന്റെ അനന്തര ഫലം കൂടി സംഭവിക്കാൻ പോവുക. മിക്കവാറും ഈ ഒരൊറ്റ വയനാട് ഇലക്ഷൻ കൊണ്ട് CPMകാർ വോട്ട് ചെയ്യാത്തത് കൊണ്ട് CPM CPIക്കാർ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുക ഒരു സംശയം വേണ്ട. ഇപ്പൊ ഇവിടെ പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ബാബുവിനെ അത് അറിയോന്നില്ല, എനിക്കറിയില്ല, ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള CPMകാരും CPIക്കാരും ഇപ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം CPMകാർ വോട്ട് ചെയ്യാൻ ഇറങ്ങി വന്നില്ല CPIയുടെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട്. എന്തും വോട്ട് ചെയ്യാൻ മാത്രമല്ല പ്രചരണത്തിനും ഇറങ്ങിയില്ല. മാത്രമല്ല അത് ഒരു വലിയ പ്രശ്നമാക്കി CPI എടുക്കുന്നു എന്ന് പോലും ഞാൻ മനസ്സിലാക്കും. അതിന്റെ ചർച്ചകൾ ഇവിടെ വലിയ വാഗ്വാദങ്ങളൊക്കെ നടക്കും. കോൺഗ്രസിന് അതിനപ്പുറത്ത് ഒരു പരിശോധനയും വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുകയാണോ? പ്രതിപക്ഷ നേതാവിന് പോലും ഇല്ല താങ്കളുടെ അത്രയും കോൺഫിഡൻസ്. ഞങ്ങളത് പരിശോധിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇനിയും അത് പരിശോധിക്കുകയാണ്. പക്ഷെ അതല്ല പ്രശ്നം. ഞങ്ങൾ വളരെ വ്യക്തമായ ഡാറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഡാറ്റ അനുസരിച്ച്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യുകയും CPM വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ലീഡ് ഉണ്ട്. ആ ലീഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുക, യാതൊരു സംശയവുമില്ല. ശരി, എന്തായാലും കഴിഞ്ഞ തവണ 2019 അപേക്ഷിച്ച് കഴിഞ്ഞ തവണ വരുമ്പോൾ BJPയും ഒപ്പം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും വോട്ട് കൂട്ടി. ഭൂരിപക്ഷം കുറഞ്ഞത് നിങ്ങളുടെ വോട്ട് പോൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്ന കൺക്ലൂഷനിലാണ് എത്തിയത്. അതിൽ ലീഗ്
ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി എന്താണ് ബാക്കി എന്നുള്ളത് റിസൾട്ട് വരുമ്പം വ്യക്തമാകും. പരിശോധിക്കേണ്ടവർക്ക് അതിനുശേഷം കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാം. എന്തായാലും അതിന് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം 23 വരെ. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ ഇനിയുമുണ്ട്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് പറഞ്ഞു. ഇടതു മുന്നണിക്ക് വിജയം ഉറപ്പാണ്. മുന്നണി വോട്ടുകൾ മുഴുവനും പോൾ ചെയ്തെന്നും UR പ്രദീപ് പറഞ്ഞു. ഞങ്ങള് ഇത്തവണ ഞങ്ങളുടെ മിഷനറി ഫുള്ളും ഇളകിയിട്ടുണ്ട്. ഇളകി അവർ നിശ്ചയിച്ച വോട്ട്, അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വോട്ടുകളെല്ലാം അവരുടെ സ്ക്വാഡ് കൊണ്ടുവന്ന് പോൾ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ എല്ലാ ബൂത്തുകളും പരമാവധി ഓടിയെത്താൻ സാധിച്ചു. അവിടെ എല്ലാം അവർ എന്റെ മുഖത്ത് പോലും നോക്കാതെ അവരിരുന്ന് കൊണ്ടുവരേണ്ട ആളുകളുടെ കണക്ക് ഇനി എവിടുന്ന വരാളുന്നത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ പ്രവർത്തിച്ചിട്ട് ഭരണത്തിന്റെ വിലയിരുത്തലായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം, അതും ഈ ഭരണത്തിന്റെ വിലയിരുത്തൽ പറഞ്ഞാൽ നേരത്തെ മുഖ്യമന്ത്രി വന്ന് എല്ലാം മറുപടി പറയുമ്പോൾ കുറേയേറെ സംശയങ്ങൾ വ്യക്തമായി. മുഖ്യമന്ത്രി പങ്കെടുത്ത ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കൂട്ടമല്ല തൊട്ടടുത്തത്. അങ്ങനെ ഓരോന്നും കഴിയുമ്പോൾ പ്ലസ് ആവണം, മൈനസ് ആയിട്ടേ ഇല്ല. നിങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ മുകളിലെ വ്യക്തതയാണ്. ആ വ്യക്തത വരുന്നതോടുകൂടി ജനം ഇനിയും കൂടുതൽ വന്നതാണ്. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ ഗുണം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ UR പ്രദീപ് സംസാരിക്കുമ്പോൾ ചേലക്കര തന്നെ ചേർത്ത് നിർത്തുമെന്നാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറയുന്നത്. പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയില്ല. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തകർ പ്രവർത്തിച്ചു. അതിന്റെ ഫലം വോട്ടായി മാറുമെന്നാണ് രമ്യ ഹരിദാസിന്റെ വിശ്വാസം. ചേലക്കരക്കാർ കൈവിടില്ല. കാരണം അത്രയധികം അവര് സ്നേഹം തന്നിട്ടുണ്ട്, കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അവര് ചേർത്ത് നിർത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ധ്യാസമയത്തും നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അറിയാലോ, ചേലക്കരയിൽ നിന്ന് നല്ലൊരു പിന്തുണ, നല്ലൊരു മത്സരം ഈ 2024 തെരഞ്ഞെടുപ്പിൽ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞപ്പോഴും ചേലക്കരയിലെ ഒരു വലിയ പിന്തുണ കൂടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിലെ പോലെ തന്നെ. അതിന് വോട്ടിംഗ് ശതമാനത്തിലുള്ള വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ. പക്ഷെ ഒരു കാര്യം വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ ചേലക്കരക്കാർ ചേർത്ത് നിർത്തും. അതിനകത്ത് ഒരു തീരെ അതിനകത്ത് സംശയിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമയം പറയാനുള്ളത്. അല്ല, കാരണം ഓരോ സാഹചര്യങ്ങളാണല്ലോ. ഇപ്പൊ എല്ലാ ആളുകളും പരമാവധിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വിദേശത്ത് നിന്ന് പോലും ആളുകൾ ഇന്ന് കാലത്ത് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് വാഹനം ആയിട്ട് വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുത്ത ആളുകൾ, ഉച്ചയ്ക്ക് ട്രെയിനിന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നവര് തിരിച്ച് ട്രെയിനിന് പോകാൻ, അങ്ങനെയൊക്കെ പരമാവധി ചേലക്കരയിലെ ഒരു മാറ്റം ഉണ്ടാകണം, ചേലക്കര മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് വന്നിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ അവസരത്തിലും പറയാനുള്ളത്. അതേസമയം ചേലക്കരയിൽ താമര വിരിയുമെന്നാണ് K ബാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥി പറയുന്നത്. BJPയുടെ 95% വോട്ടും പോൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും ബാലകൃഷ്ണൻ News 18നോട് പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 മാസമായിട്ട് ഇവിടെ കൃത്യമായിട്ട് ചെയ്തതിന്റെ ഗുണം കിട്ടാൻ പോകുന്നൊരു ഇലക്ഷനാണ്. ഇവിടെ BJP പ്രതീക്ഷിച്ച വോട്ടുകളിൽ 95% കൃത്യമായിട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയ വിശ്വാസമാണ്. ഈ വരുന്ന 23-ാം തീയതി ചേലക്കരയിൽ ആദ്യമായി താമര വിരിയും. നമ്മൾ പ്രതീക്ഷിച്ച പോളിംഗ് തന്നെയാണ്. 73,000 to 75,000 വരെയൊക്കെയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചത്. പാർട്ടി പ്രതീക്ഷിച്ച അത്രയും വോട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം പുതിയ വോട്ടർമാർ, അതിൽ 6,500 വോട്ട് BJP ചേർത്ത വോട്ടുകളാണ്. അപ്പോൾ അത് വലിയ പ്രതീക്ഷയ്ക്ക് നൽകുന്നത് തന്നെയാണ്. ഇത്തവണ BJP ഉദ്ദേശിച്ചത് വോട്ട് ഡബിൾ ചെയ്യാണ്, ഇരട്ടിപ്പിക്കാനുള്ള പണികളാണ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായി നിൽക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ നമ്മളത് സമീപിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട് ഒരു മാറ്റം ചേലക്കരയ്ക്ക് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് ഇവിടെ. അവരെ നമ്മൾ പോയി കാര്യങ്ങളും പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ നമ്മളോടൊപ്പം ചേരാനും നമ്മളോടൊപ്പം പാർട്ടിയിൽ പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഒട്ടനവധി പേര് പുതുമുഖങ്ങളാണ് പാർട്ടി ചേർന്നത്. കുടുംബമായിട്ട് തന്നെ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം തന്നെ എത്രയോ കുടുംബങ്ങൾ പാർട്ടിക്കൊപ്പം ചേർത്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്ന് PV അൻവർ MLA. പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് KPCC പ്രസിഡന്റിനോട് താൻ പറഞ്ഞിരുന്നു. ചേലക്കരയിൽ DMK സ്ഥാനാർത്ഥി സുധീർ 20,000 വോട്ട് നേടുമെന്നും അൻവർ പറഞ്ഞു. പ്രിയങ്ക നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. പക്ഷെ ഒരു ആശങ്ക
ആളുകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോഴും കുറച്ച് പുറകിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പല പ്രവർത്തകരും DMK-യുമായി ബന്ധപ്പെട്ടവരും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഞാനത് 3 ദിവസം മുമ്പ് ചേലക്കരയിൽ നിന്ന് KPCC പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇന്ന് വോട്ടെടുപ്പ് നടന്ന വയനാട് ചേലക്കര മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത് 2 സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ്, UR പ്രദീപും K ബാലകൃഷ്ണനും. ഇരുവരും അവരവരുടെ മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മറ്റ് നേതാക്കളായ K രാധാകൃഷ്ണൻ MP, MV ശ്രേയാംസ് കുമാർ, PV അബ്ദുൾ വഹാബ്, T സിദ്ദിഖ് എന്നിവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതികരണം. നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ടും നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എന്റെ വിശ്വാസം. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിൽ മാറ്റം വരുമെന്ന് K ബാലകൃഷ്ണൻ. ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. മുൻ ചേലക്കര MLA-യും ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ തോന്നൂർക്കര AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. UR പ്രദീപ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് K രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. PV അബ്ദുൾ വഹാബ് MP നിലമ്പൂർ GUP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. വളരെ നല്ല പ്രതീക്ഷയില്ല ആദ്യം മുതൽ. എല്ലാവരും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, അതിന് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നുമല്ല. T സിദ്ദിഖ് MLA കൽപ്പറ്റ GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 5 ലക്ഷത്തിലധികം മഹാഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന ആവേശകരമായ ഒരു ട്രെൻഡിങ്ങിലേക്ക് ജനാധിപത്യത്തിന്റെ ഉത്സവമായി ഇന്നത്തെ ദിവസം, ഈ വോട്ടെടുപ്പ് ദിവസം മാറും. PK ബഷീർ MLA ഏറനാട് പത്തിരിപ്പാല GMLP സ്കൂളിൽ വോട്ട് ചെയ്തു. ഇന്ത്യക്ക് ഭാവി പ്രതീക്ഷയുള്ള ഒരു പുതിയ ഒരു താരോദയമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അതുകൊണ്ട് അവര് ഇന്ത്യ പാർലമെന്റിൽ എത്തണം, രാജ്യത്തെ നയിക്കാൻ അവരൊക്കെ പ്രാപ്തരാണ്. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പുണ്ടാവും. കുടുംബസമേതമാണ് MV ശ്രേയാംസ് കുമാർ വോട്ട് ചെയ്യാനെത്തിയത്. ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് LDFന് അനുകൂലമായ വിധി ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിലൊതുക്കിയാണ് ചൂരൽമലയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത്. സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വീടെന്ന സ്വപ്നം ഇപ്പോഴും അകലെയായതിന്റെ ആശങ്കകൾ വോട്ടർമാർ ന്യൂസ് 18നുമായി പങ്കുവച്ചു. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? ഞങ്ങൾ കാപ്പംകൊല്ലി. ഈ സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ വന്നിരുന്നോ? സ്ഥാനാർത്ഥികൾ ഒന്നും എത്തിയിട്ടില്ല, നമ്മളൊക്കെ ഉൾനാടുകളിലേക്കല്ലേ. നിങ്ങൾക്ക് ഇതിന് ശേഷം കിട്ടിയ ഉറപ്പുകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? കേരള ഗവൺമെന്റ് പറഞ്ഞത് നമുക്ക് തരാന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ വീടൊഴിച്ച് ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഈ വീടിന്റെ കാര്യത്തിൽ എന്താണ് എന്തെങ്കിലും അനിശ്ചിതത്വത്തിലാണ് അവർ നമ്മൾ വായിക്കുന്നതും റിപ്പോർട്ട് കിട്ടുന്ന ഒന്ന്, ഗവൺമെന്റ് പറയുന്നത് വേറൊന്ന്. നിങ്ങൾ ഏത് വാർഡാണ് ചൂരൽമലയിൽ? 12ാം വാർഡ്. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? വടുവഞ്ചാലാണ്. അപ്പൊ ഇവിടേക്ക് എത്താൻ വാഹന ക്രമീകരണം എവിടുന്നാണ് വരുന്നത്? ചൂരമല തന്നെ. ഏത് വാർഡാണ്? 12ാം വാർഡ്. നിങ്ങൾക്ക് വീട് ആ ഭാഗത്തായിരുന്നോ? വില്ലേജ് റോഡല്ലേ? ഇടവേളയ്ക്ക് ശേഷം EP ജയരാജന്റെ ആത്മകഥാ വിവാദ വാർത്തകൾ കാണാം. എഴുതി കുടുങ്ങി സഖാവ് EP. ഉപതെരഞ്ഞെടുപ്പ് ദിവസം LDFനെ പ്രതിസന്ധിയിലാക്കിയാണ് EP ജയരാജന്റെ ആത്മകഥാ വിവാദം പുറത്തുവന്നത്. പാർട്ടി നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്നതാണ് ആത്മകഥയിലേതെന്ന തരത്തിൽ പുറത്തുവന്ന ഉള്ളടക്കം. പുസ്തകവും
ഉള്ളടക്കവും ഇ പി ജയരാജൻ നിഷേധിച്ചതോടെ പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റിയെന്ന വിശദീകരണത്തോടെ DC ബുക്സ് പ്രകാശനം മാറ്റിവെച്ചു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന ഇ പി ജയരാജന്റെ ആത്മകഥയാണിത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കവർ ചിത്രവും ഉള്ളടക്കത്തിന്റെ സൂചനയും DC ബുക്സ് ഇന്നലെ തന്നെ പുറത്തുവിട്ടു. പിന്നാലെ പുസ്തകത്തിന്റെ പൂർണ്ണമായ PDF കോപ്പിയും മാധ്യമങ്ങളുടെ കയ്യിലെത്തി. പാർട്ടി നേതൃത്വത്തെയും രണ്ടാം പിണറായി സർക്കാരിനെയും വിമർശിക്കുന്നതാണ് പുറത്തുവന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ പൊതുജനത്തിനുണ്ട്. ഒന്നാം സർക്കാരിനേക്കാൾ മന്ത്രിമാർ ദുർബലരാണ്. പാർട്ടി തന്നോട് നീതി കാട്ടിയിട്ടില്ലെന്ന് പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് മുമ്പായി പാർട്ടി തന്നെ കേട്ടില്ല. കേന്ദ്ര കമ്മിറ്റിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റാനുള്ള തീരുമാനമെടുത്തു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലുണ്ടായത് അനാവശ്യ വിവാദമെന്ന് EP വിശദീകരിക്കുന്നു. കോൺഗ്രസ് CPI നേതാക്കളെയും ജാവ്ദേക്കർ കണ്ടെങ്കിലും താൻ മാത്രം വിവാദത്തിൽപ്പെട്ടു. പാർട്ടിയെ അറിയിക്കാനുള്ള പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. EP വിവാദത്തിൽ കുടുങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ, വൈദേകം വിവാദങ്ങളിലും പുസ്തകത്തിൽ വിശദീകരണമുണ്ട്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനി ദിനപത്രം 2 കോടി വാങ്ങിയത് പാർട്ടിയുടെ അറിവോടെയാണ്. വിവാദ വ്യവസായി VM രാധാകൃഷ്ണനിൽ നിന്ന് പരസ്യം സ്വീകരിച്ചതും പാർട്ടി അനുമതി വാങ്ങിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ദേശാഭിമാനി കെട്ടിടം വിൽക്കാനുണ്ടായ തീരുമാനവും പാർട്ടി അറിഞ്ഞാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. എന്നാൽ ഈ പുസ്തകവും ഉള്ളടക്കവും EP ജയരാജൻ നിഷേധിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ DC ബുക്സും മുൻ നിലപാടിൽ നിന്ന് മാറി. പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റി പ്രകാശനം മാറ്റിവെച്ചതായി DC ബുക്സിന്റെ അറിയിപ്പ്. വോട്ടെടുപ്പ് ദിവസം ഈ വിവാദമുയർന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് EP ജയരാജന്റെ ആരോപണം. DC ബുക്സിനെ പുസ്തകം തയ്യാറാക്കാൻ നിയോഗിച്ചിട്ടില്ലെന്ന് EP ജയരാജൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കട്ടൻ ചായയും പരിപ്പുവടയുമെന്ന ആത്മകഥയിൽ നിന്ന് DC ബുക്സ് പിന്മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം ഇത് 2ാം തവണയാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം CPMനെ കുഴയ്ക്കുന്നത്. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്നതിന്റെ തെളിവാണ് EP-യുടെ വെളിപ്പെടുത്തലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞുവെക്കുകയാണ് EP. പിണറായിയും കുടുംബവും CPM-നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ആരോപിച്ച സുരേന്ദ്രൻ EP ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നും നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ജാവ്ദേക്കറെ കണ്ടിട്ടും EP-യെ മാത്രം എന്തിന് പുറത്താക്കിയെന്നും സുരേന്ദ്രൻ ചോദിച്ചു. 5 മിനിറ്റ് കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് വലിയ നീതി നിഷേധമാണ്. പൊന്നാനി പീഡന കേസ് പൊളിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. 2 വർഷം മുമ്പ് ഒരു സ്വത്ത് തർക്കത്തിൽ പരാതി നൽകിയ വീട്ടമ്മയെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. പൊന്നാനി CI വിനോദ് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തെന്നും ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറിയപ്പോൾ ബെന്നിയും പിന്നീട് മലപ്പുറം SP സുജിത് ദാസും ബലാത്സംഗം ചെയ്തെന്നുമായിരുന്നു വീട്ടമ്മയുടെ ആരോപണം. കേസിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടമ്മ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും രംഗത്തെത്തി. ഇവരുടെ ആരോപണം ഒരു മാധ്യമം പുറത്തുവിട്ടതിന് തൊട്ടുപിന്നാലെ PV അൻവർ MLA ആരോപണത്തെ പിന്തുണച്ച് രംഗത്തെത്തി. ഇപ്പൊ ഇന്നലെ പൊന്നാനിയിലെ ഇന്ന് രാവിലെ റിപ്പോർട്ടർ വിട്ട വാർത്ത ഉണ്ടല്ലോ. എന്താണ് നിജസ്ഥിതി? പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പോയിരുന്നു പൊന്നാനി രാഷ്ട്രീയ കാണാൻ. ഇതിൽ ഒളിവും മറവൊന്നുമില്ല. അവിടെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊതുപ്രവർത്തകരുടെ വീട്ടിലേക്കാണ് വന്നത്. ഒരു പൊതുപ്രവർത്തകനും 2 പ്രവർത്തകനും അല്ല, വനിതാ സഖാക്കൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സ്ത്രീ ഈ മൊഴി മുഴുവൻ ഈ റിപ്പോർട്ടറിന് കൊടുക്കുന്നത്. അവർ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയതാ. CI പീഡിപ്പിച്ച കാര്യം പറയാൻ പോയി ഡിവൈഎസ്പി അതിലേറെ വലിയ പീഡകൻ. അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ SP-ന്റെ അടുത്ത് അതിലേറെ പീഡകൻ. വസ്തുത അന്വേഷിക്കട്ടെ, സത്യമുണ്ടോന്ന്. എന്നാൽ പരാതിയിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. വീട്ടമ്മയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവ് വന്നതോടെയാണ്
പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് നടപടി തുടങ്ങിയത്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി ബെന്നി. ഇതും PV അൻവർ MLAയുടെ വിരോധവുമാണ് പരാതിക്ക് പിന്നിലെന്ന വാദവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പിന്നിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരാണെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. പീഡന ആരോപണം കള്ളമാണെന്ന് സർക്കാരും കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ ചോദ്യം ചെയ്യണം. അന്ന് പൊന്നാനി പ്രദേശത്ത് ചെന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അതിനുള്ള ഒരു തന്റേടം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം മജിസ്ട്രേറ്റ് കോടതിക്ക് പുതിയ നടപടികളുമായി മുന്നോട്ടു പോകാം. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ PP ദിവ്യ. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല. നിയമോപദേശത്തിന്റെ ഭാഗമായാണ് PP ദിവ്യ വിട്ടുനിൽക്കുന്നത്. അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് LDF സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് ഭൂരിപക്ഷം. അതിനാൽ KK രത്നകുമാരിയുടെ വിജയത്തെ ബാധിക്കില്ല. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.